ഇന്ന് നമ്മൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ടാണ് വീണ്ടും തിരിച്ചു പോവുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബൈ എന്ന ഒരു വാക്കിനെ കുറിച്ച് മാത്രമാണ്. കാരണം നമ്മുടെ ഇംഗ്ലീഷ് സംസാരം കൂടുതൽ, നമ്മുടെ സെന്റൻസുകൾ കൂടുതൽ നമുക്ക് ഇത് ഉപയോഗിച്ച് നമ്മുടെ ഇംഗ്ലീഷിനെ നല്ല ഫ്ലുവൻ്റ് ആക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വാക്കാണ് ബൈ എന്നുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് ബൈ എങ്ങനെ ഉപയോഗിക്കാം. ബൈക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പറയും, നമ്മൾ പാസീവ് വോയിസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. അതിന്റെ ലിങ്ക് ഞാൻ തരാം, നിങ്ങൾ അത് കേൾക്കുക, പഠിക്കാം. അപ്പൊ പാസീവ് വോയിസിൽ, അതായത് ഒരാൾ ആ പ്രവൃത്തി ചെയ്തു അല്ലെങ്കിൽ ആ ആളാണ് അത് ചെയ്യാറ് എന്ന് പറയാനാണ് നമുക്ക് ബൈ ഉപയോഗിച്ച് പറയേണ്ടി വരും. അത് നമ്മൾക്ക് പാസീവ് വോയിസ് സെന്റൻസുകൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ കുറച്ച് സെന്റൻസുകൾ ഇവിടെ തരാം, നിങ്ങൾ ശ്രദ്ധിക്കുക. The book was written by Shakespeare. ഷേക്സ്പിയറാൽ എഴുതപ്പെട്ടതാണ് ഈ ബുക്ക്. അതായത് എന്താണ് അർത്ഥം? ഈ ബുക്ക് ഷേക്സ്പിയർ എഴുതിയതാണ്. ഇതെങ്ങനെയാണ്? The book was written by Shakespeare. എന്തുകൊണ്ട് was written വന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ പാസീവ് വോയിസിന്റെ ക്ലാസ് പഠിക്കണം കേട്ടോ. പിന്നെ this song is sung by യേശുദാസ്. This song is sung by യേശുദാസ്. യേശുദാസ് പാടിയതാണ് ഈ പാട്ട്. ഈസ് സങ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? പാസീവ് വോയിസ് പഠിക്കണം. ഇനി ഞാൻ പറയുകയാണ്, ഈ വീട് പണിതത് ഒരു നമ്മുടെ ഇവിടെയുള്ള ഒരു ലോക്കൽ കമ്പനിയാണ് ഈ വീട് പണിതത്. നമുക്കിങ്ങനെ പറയാമെന്ന് കഴിയും, ദിസ് ഹൗസ് വാസ് built by a local company. This house was built by a local company. അപ്പോൾ ഇതിന്റെ ഉപയോഗം നിങ്ങൾ പഠിച്ചല്ലോ. ഇത് നമ്മൾ അത്രയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പാസീവ് വോയിസ് സെന്റൻസുകൾ പറയേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഈ ബൈ ഉപയോഗിക്കും. ആ ആളാണ് ഒരു പ്രവൃത്തി ചെയ്തത്, ആ ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ ഉപയോഗിക്കും. ഇനി നമ്മൾ ബൈ ഉപയോഗിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോ അവള് സ്കൂളിൽ പോകുന്നതെന്നും ബസ്സിനാണ്. അപ്പൊ യാത്ര ചെയ്യുന്നത് എന്തിലാണ്? ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയേണ്ടത് എന്താണ്? ബൈ ബസ്, ബൈ കാർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവള് സ്കൂളിൽ പോകുന്നത് ബസ്സിനാണ്. എങ്ങനെ പറയുക? ഷീ ഗോസ്, നിങ്ങൾക്കറിയാലോ, ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്സിനാണ് പോകുന്നത്. ബൈ ബസ്സാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ പറയാണ്, ഞാൻ കാറിന് വന്നോളാം. അങ്ങനെയാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ കാറിന് വന്നോളാം. യാത്ര ചെയ്യല്ലേ, കാറിന് വന്നോളാം എന്ന് പറയുന്നത് ഞാൻ കാറിൽ യാത്ര ചെയ്ത് വന്നോളാം എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എങ്ങനെ പറയണ്ടേ? ഐ വിൽ കം ബൈ കാർ. ഐ വിൽ കം ബൈ കാർ. കാറിന് ഞാൻ വന്നോളാം. അപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ യാത്ര ചെയ്യുന്നത് എന്തിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ബൈ ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ബൈ ഉപയോഗിക്കുന്നത്, നമ്മൾ പറയും നമ്മുടെ മാർഗം, നമ്മുടെ വഴി. അത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഹി ഓപ്പൺ ദ ഡോർ. വാട്ട് ഇസ് ദ മീനിങ്? അവൻ വാതില് തുറന്നു. എങ്ങനെയാ? ആ മാർഗം എന്താ? ഏത് വഴിയാ തുറന്നത്? ബൈ യൂസിങ് എ കീ. ഒരു കീ ഉപയോഗിച്ചിട്ടാണ് അവൻ വാതിൽ തുറന്നത്. അപ്പൊ വാതിൽ തുറക്കാൻ നമ്മൾ ഉപയോഗിച്ച വഴി അല്ലെങ്കിൽ അതെന്താണ്? ആ മാർഗം എന്താണ്? ബൈ യൂസിങ് എ കീ. ഹി ഓപ്പൺ ദ ഡോർ ബൈ യൂസിങ് എ കീ. ഇനി ഐ ബേക്ക് കേക്ക്. ഞാന് കേക്ക് ബേക്ക് ചെയ്യാറുണ്ട്. എങ്ങനെയാ ഞാൻ ചെയ്യാറ്? ബൈ ഫോളോയിങ് റെസിപ്പി. റെസിപ്പിനെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാറ്. അപ്പൊ എങ്ങനെയാ? ബൈ ഫോളോയിങ് റെസിപ്പി ഐ ബേക്ക് കേക്ക്. വി ലേൺഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചു. എങ്ങനെയാ? ബൈ പ്രാക്ടീസിങ് എവരി ഡേ. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തതിന്റെ പേരിൽ അവൻ ഇംഗ്ലീഷ് പഠിച്ചു. അതെന്താണ്? അവൻ ഇംഗ്ലീഷ് പഠിച്ചതിന്റെ അതെങ്ങനെയാണ് അവൻ പഠിച്ചത്? ആ വഴി എങ്ങനെയാണ്? ഞാൻ കേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ അത് ഉപയോഗിച്ചത് എന്താ? ബൈ പ്രാക്ടീസിങ്, ബൈ ഫോളോയിങ്. എന്താ നമ്മൾ ഉപയോഗിച്ചത്? ബൈ കഴിഞ്ഞിട്ട് വേർബ് ING ഫോമിലാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ ഇത്രയും മെത്തേഡ് പഠിച്ചു. ഒന്ന്, നമ്മൾ ട്രാവൽ ചെയ്യണത് ബൈ ഉപയോഗിച്ചാണ് നമ്മൾ പറയേണ്ടതെന്ന് പഠിച്ചു. പിന്നെ ഒരാൾ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ പറയേണ്ടത് ബൈ ഉപയോഗിച്ചാണ്. ഇനി ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? നമ്മളിപ്പോ പറഞ്ഞത്
ഞാൻ ആ ഒരു കാര്യം, അതായത് മാർഗം, അത് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കിതൊക്കെ നേടാൻ കഴിഞ്ഞത്. അതായത് ഏത് വഴിയാണോ ഞാനത് പഠിച്ചത് ആ വഴി പറയാൻ വേണ്ടിയിട്ട് ബൈ വേർബ് ing ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ബൈ നമ്മൾ ഉപയോഗിക്കുന്നത് തൊട്ടടുത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈ ഉപയോഗിക്കാം. അരികെ, തൊട്ടടുത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈ ഉപയോഗിക്കാം. ഞാൻ കടയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്, അങ്ങനെ നമുക്ക് പറയണം. ഞാൻ കടയുടെ തൊട്ടടുത്ത, അല്ലെങ്കിൽ കടയുടെ തൊട്ട് പുറകിൽ, തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനെ പറയണമെങ്കിൽ എങ്ങനെ പറയാ? ഞാൻ താമസിക്കുന്നത് എങ്ങനെ പറയാ? ഐ ലീവ്. അതൊക്കെ ഏത് ടെൻസ് ആണെന്ന് നമുക്ക് ഓർമ്മ വേണം കേട്ടോ. ഐ ലീവ് ബൈ ദ ഷോപ്പ്. കടയുടെ തൊട്ടടുത്ത്, ബൈ ദ ഷോപ്പ്. ഐ ലീവ് ബൈ ദ ഷോപ്പ്. തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഇത് നമ്മൾ പറയും പൂച്ച അടുപ്പിന്റെ ചോട്ടിൽ കിടന്ന് ഉറങ്ങാണ്, അല്ലെ? അടുപ്പിന്റെ ആ ചൂടിന്റെ തൊട്ടടുത്ത് കിടന്നുകൊണ്ടാണല്ലേ പൂച്ച ഉറങ്ങണത്. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ്. ഉറങ്ങുവാണ്, ഇപ്പോൾ ഉറങ്ങുവാണ്. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ബൈ ദ ഫയർ പ്ലേസ്. അടുപ്പിന്റെ തൊട്ടടുത്ത്, ബൈ ദ ഫയർ പ്ലേസ്. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ബൈ ദ ഫയർ പ്ലേസ്. ഫയർ പ്ലേസ് അടുപ്പ്, അടുപ്പിന്റെ തൊട്ടടുത്ത്, അതായത് അടുപ്പിന്റെ അരികെ കിടന്നുകൊണ്ട് പൂച്ച ഉറങ്ങുവാണ് എന്ന് പറയും. ദ പെൻ ഈസ് ബൈ ദ ബുക്ക്. നിങ്ങൾ അർത്ഥം പറയൂ. ദ പെൻ ഈസ് ബൈ ദ ബുക്ക്. ബുക്കിനുള്ളിലുണ്ടെന്നല്ല, തൊട്ടടുത്താണ്. പേന എവിടെയാണുള്ളത്? ബുക്കിന്റെ തൊട്ടടുത്ത്. ദ പെൻ ഈസ് ബൈ ദ ബുക്ക്. എൻ്റെ സ്കൂളിന്റെ തൊട്ടടുത്തൊരു ഗാർഡൻ ഉണ്ട്, ഒരു പൂന്തോട്ടം ഉണ്ട്. എങ്ങനെ പറയാൻ കഴിയാ? ദർ ഈസ് എ ഗാർഡൻ ബൈ ദ സ്കൂൾ. there are ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ലിങ്ക് കൂടെ ഞാനിപ്പോ ഇവിടെ തരാം, നിങ്ങളത് കേൾക്കുക, പഠിക്കുക കേട്ടോ. there is a ഗാർഡൻ ഉണ്ട്. എവിടെയാണ്? ബൈ ദ സ്കൂൾ. സ്കൂളിന്റെ തൊട്ടടുത്ത്. അപ്പൊ നമുക്ക് ബൈ പഠിച്ചല്ലോ. എന്തുകൊണ്ടാണ് പിന്നെ തൊട്ടടുത്ത് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കേണ്ടത് ബൈ ആണ് ഉപയോഗിക്കേണ്ടത്. ഈ നമ്മൾ ബൈ ഉപയോഗിക്കുന്നത് ഒരു കാരണം പറയാൻ നമ്മൾ ബൈ ഉപയോഗിക്കാന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ടീം വോൺ എന്ന് പറഞ്ഞാൽ എന്താ? ആ ടീം ജയിച്ചു. കാരണം എന്താ? ബൈ പ്ലേയിങ്. കളിച്ചത് കൊണ്ട് അവർ ജയിച്ചു. ബൈ പ്ലേയിങ്. ഇനി നമ്മൾ പറയാണ് അവള് അവളുടെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുത്തു. എങ്ങനെ പറയാ? അവളുടെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുത്തു എന്ന് എങ്ങനെ പറയാ? നിങ്ങൾ പറ. ഷീ അച്ചീവ്ഡ് ഹെർ ഗോൾസ്, അല്ലെ? അച്ചീവ്ഡ് ഹെർ ഗോൾസ്. എങ്ങനെയാ? അതിന്റെ കാരണം എന്താ? ബൈ അവൾ എന്താ ചെയ്തത്? സ്റ്റേയിങ് ഫോക്കസ്ഡ്. അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സ്റ്റേയിങ് ഫോക്കസ്ഡ് ബൈ. കാരണം. അപ്പൊ ബൈയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഒന്ന്, ഒരാൾ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ പറയാൻ വേണ്ടി ബൈ ആണ് ഉപയോഗിക്കുന്നത്, അത് പാസീവ് വോയിസിൽ. പിന്നെ നമ്മൾ ബൈ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് എന്ന് പറയാൻ നമ്മൾ ബൈ ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ബൈ ഉപയോഗിക്കും, നമ്മൾ ട്രാവൽ ചെയ്യുന്ന, യാത്ര ചെയ്യണത് എങ്ങനെയാണ് എന്ന് പറയാൻ നമുക്ക് ബൈ ഉപയോഗിക്കാം. അതേപോലെ കാരണം എന്താണ് എന്ന് പറയാൻ ബൈ ഉപയോഗിക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ മാർഗം, ആ വഴി എന്താണ്? ഇപ്പൊ ഞാൻ പറയാണ് അവൾ എന്നെ ബന്ധപ്പെടുന്നത്, അവൾ എപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഫോൺ വഴിയാണ്. അപ്പൊ എങ്ങനെ പറയാ? ഷീ കോണ്ടാക്ട്സ് മീ ബൈ ദ ഫോൺ. ഷീ കോണ്ടാക്ട്സ് മീ. അവൾ എന്നെ കോണ്ടാക്ട് ചെയ്യാറ് ബൈ ദ ഫോൺ. ഫോൺ വഴിയാണ്, ഫോണിലൂടെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ മറന്നു പോയത് ഒരു കാര്യമുണ്ട്. നമ്മൾ പറയും ഹീസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിൽപരമായിട്ട് അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഹീസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ, അല്ലെ? തൊഴിൽപരമായിട്ട് അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഇനി നമ്മൾ പറയും ഷീസ് എ ടീച്ചർ. അവളൊരു ടീച്ചറാണെന്ന് മാത്രം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. ഇനി അതല്ല, നമുക്ക് ഇങ്ങനെ പറയണം അവള് ജോലി സംബന്ധമായിട്ട് അവള് ടീച്ചറാണ്. അങ്ങനെയാണെങ്കിലോ ഹീസ് ടീച്ചർ ബൈ പ്രൊഫഷൻ. അതിനാണ് നമ്മൾ പ്രൊഫഷൻ ഉപയോഗിക്കുന്നത്. ഹീസ് എ ലീഡർ ബൈ എലക്ഷൻ. തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പേരിലാണ് അവൻ ലീഡർ ആയത്. ഹീസ് എ ലീഡർ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബൈ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബൈയുടെ ഉപയോഗം മനസ്സിലായല്ലോ. ഒത്തിരി സാഹചര്യത്തിൽ നമുക്ക് ബൈ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ നമ്മളിത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ബുക്ക് എടുക്കുക, നിങ്ങൾ എഴുതി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ എന്നും എൻ്റെ ഈ ഗ്രാമർ ക്ലാസ്സുകൾ കേട്ടിട്ട് ഗ്രാമറൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കാം, പക്ഷെ ഇനി നിങ്ങൾ സംസാരിക്കണം.
അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തന്നെ പഠിക്കണം. അതിനുവേണ്ടി നമുക്ക് സ്പീക്കിംഗ് ക്ലാസ്സുകളുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഗ്രാമർ കേട്ടിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ളവരാണ് എങ്കിൽ നമ്മൾ അതും പേഴ്സണലായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് എങ്കിൽ നമ്മൾ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മറന്നു പോലെ 2025-26 വർഷത്തിലേക്കുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള ട്യൂഷൻ ക്ലാസ്സുകളുടെ ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ. കുട്ടികളെ വേറെ വീടുകളിലേട്ടൊന്നും പറഞ്ഞു വിടാതെ, അതേപോലെ തന്നെ ഒത്തിരി കുട്ടികൾ ഒരു ക്ലാസ് റൂം പോലെ തന്നെ 10-30 കുട്ടികളുള്ള ക്ലാസ് റൂമിൽ ഇരുത്തി ട്യൂഷൻ എടുക്കുന്നതിൽ കഥയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികൾ 10 സ്റ്റുഡൻസിൻ്റെ ഒപ്പം ഇരുന്ന് ഓൺലൈനായിട്ട് നിങ്ങൾ മാതാപിതാക്കളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 കുട്ടികളുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ അത്രേ അധികം അഡ്മിഷനേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.